എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലും സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, ടെക്നീഷ്യൻസ്, ഈവൻ അവരുടെ സഹപ്രവർത്തകർ, ഒപ്പം ഈവൻ ജാനിറ്റേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ്, ഇവരെക്കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ പലരും വിചാരിക്കും ഡോക്ടേഴ്സ് സുഖമുള്ളൊരു ജോലിയാണ്. ശരിയാണ്, സുഖമുള്ള ജോലിയാണ്. ദേ ആർ ഹാപ്പി. ബട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പണി ചെയ്യുന്ന ഡോക്ടേഴ്സ്, അവരുടെ സഹപ്രവർത്തകർ അനുഭവിക്കുന്ന മാനസിക വേദനകൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ പലരും അറിയുന്നില്ല. എന്നാൽ നമ്മൾ അറിയേണ്ടതാണ്. അതിലേക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എത്രയോ രോഗികളാണ് ഒരു ദിവസം മെഡിക്കൽ കോളേജിലും മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എത്തുന്നത് നമുക്കറിയാം. നിർധനരിൽ നിർധനരാണ്. അവർക്കാകെ കിട്ടുന്ന ഒരു സഹായം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടെ കിട്ടുന്ന പരിമിതമായ സൗകര്യങ്ങളും ഫ്രീ മെഡിസിനും ചിലപ്പോൾ ഫ്രീ ആഹാരവും കൊണ്ട് അവർ തൃപ്തരാകുന്നു. വലിയൊരു കാര്യമാണ്. എന്നാൽ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഡോക്ടേഴ്സ്, നഴ്സുമാർ, ഈ ടെക്നീഷ്യൻസ്, ഇവരൊക്കെയാണ്. ഉദാഹരണത്തിന് പല ഡോക്ടേഴ്സുമാരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. കാരണം അവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ മെഡിക്കൽ സ്റ്റോറിൽ കാണത്തില്ല, അതായത് ഗവൺമെൻറ് കാണത്തില്ല. അതിന് ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് അവർ മെഡിസിൻ വാങ്ങുന്നു. പല ഡോക്ടേഴ്സുമാരും സർജൻസ് പല രോഗികളുടെയും വളരെ അർജൻറ്റായിട്ടുള്ള രോഗികളിൽ അവരുടെ ഓപ്പറേഷൻ നിശ്ചയിക്കും. ആ ദിവസത്തിന് അവർ ഓപ്പറേഷന് തയ്യാറായി എത്തിക്കഴിയുമ്പോൾ ഈ ഡോക്ടേഴ്സുമാർക്ക് അന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. അതിൻ്റെ കാരണങ്ങൾ മറ്റൊന്നും ആയിരിക്കില്ല. ഓപ്പറേഷൻ്റെ കിറ്റുകൾ, ഇങ്ങനെയുള്ള സാധാരണയുള്ള ഒരു സാധനവും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് ആ ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ പലരും സത്യങ്ങൾ അറിയാതെ ഈ ഡോക്ടേഴ്സിനെ ഒത്തിരി സഹായിക്കും. ഈവൻ പറയും കൈക്കൂലി വാങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി സൗകര്യമൊരുക്കി അവിടെ ഓപ്പറേഷൻ ചെയ്ത്, ഇങ്ങനെ പല ആരോപണങ്ങളും ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ വയ്ക്കും. അത് രോഗികളുടെ മാനസിക അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇനി ഇതേ ഡോക്ടേഴ്സ് ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയാൽ തന്നെയും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒട്ടനവധിയാണ്. കാരണം മുന്നിൽ ഈ രോഗികളുടെ ബന്ധുജനങ്ങൾ ആ രോഗികളുടെ ഓപ്പറേഷനും അതിൻ്റെ സുഖമായ നല്ലൊരു ന്യൂസ് അറിയാൻ വേണ്ടി വീർപ്പ് മുട്ടലോടുകൂടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ മുന്നിൽ കാണുന്നത് ആ നിശ്ചലമായി കിടക്കുന്ന ബോഡിയും ഇതൊക്കെയാണ്. ഈ സമയത്ത് അവരുടെ മനസ്സിനും ഒരു കൊള്ളിയാൻ പോലെ ഈ ഓപ്പറേഷൻ സക്സസ് ആകണമെന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്ന അവരുടെ ബന്ധുജനങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും ഈ മനസ്സിൽ കടന്നുകൂടും. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കാറില്ല. ഒരു ചിലർ മാത്രം. നഴ്സ് മാത്രം, ഡോക്ടർ മാത്രം, അവരൊപ്പം സഹായിക്കാൻ നിൽക്കുന്ന നഴ്സുമാരും ടെക്നീഷ്യന്മാരും എല്ലാവരും ഇതേ ഒരു അർത്ഥത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരാണ്. ഇതിലും ഏറെ ശോചനീയമായ ഒരവസ്ഥ, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാനാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജൻസ്. അവരുടെയും കാര്യം വളരെ പരിതാപകരമാണ്. കാരണം നോർമൽ ഒരു പോസ്റ്റ്മോർട്ടം എന്തെങ്കിലും സ്വയം ആത്മഹത്യ ചെയ്യുകയോ അപകടത്തിൽ എന്തെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ അവർ ഇമ്മീഡിയറ്റായി കൊണ്ടുവരും, മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും, ഒരു പോലീസ് റിപ്പോർട്ടെല്ലാം ചെയ്ത് അവരെ നേരെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കുക. ഈ പോസ്റ്റ്മോർട്ടത്തിൽ വരുന്ന ബോഡിയിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ ആണെങ്കിൽ പിന്നെ അവിടെ ബഹളവും ഉച്ചപ്പാടൊക്കെ. അത് എത്രയും വേഗം ആ പോസ്റ്റ്മോർട്ടം തീർത്ത് ഇവരുടെ ബോഡി കൊണ്ടുപോയി ഘോഷയാത്രയായി കൊടിയും പിടിച്ച് അതിൻ്റെ പേരിൽ കുറച്ച് വോട്ടും കുറച്ച് ഇതും ഉണ്ടാക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന കുറേ രാഷ്ട്രീയക്കാർ, അതൊരു ഭാഗം. ഇവരുടെയും കാണും സമ്മർദ്ദം.
അത് നോർമൽ രീതിയിലുള്ള പോഷണം നടക്കുന്നതിന് ഘടകവിരുദ്ധമായി ഇങ്ങനെയുള്ള പ്രഷർ മുകളിൽ നിന്നുണ്ടാകും. ഒരുപക്ഷെ മന്ത്രിമാരായിരിക്കും ഏത് ഡൂക്കിലുകൾക്കും എപ്പോഴും അനായാസം എത്തപ്പെടാൻ സാധിക്കുന്ന ഒരു ഘടകമാണല്ലോ മന്ത്രിക്ക് ഒരു ഡൂക്കിലി നേതാവിന് ഒരു മന്ത്രി വിളിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. അവർ ജസ്റ്റ് ഫോൺ ചിലപ്പം മന്ത്രി എടുത്തിരിക്കും. കാരണം ഏതെങ്കിലും ഗുണ്ടാ സ്റ്റേഷനിൽ മന്ത്രിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരായിരിക്കും. അവരുടെ കാര്യങ്ങൾ ഇവർ ചെയ്തേ പറ്റില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പം വോട്ട് കാണത്തിന് അത് ഗോവിന്ദായിരിക്കും. സോ നമുക്ക് അറിയാം എത്രയോ ഡോക്ടേഴ്സന്മാർ വടികൾ പല മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ച ഒരു ദാരുണമായ സംഭവം ഇവിടെ കൊട്ടാരക്കര ഒരു ഹോസ്പിറ്റലിൽ സംഭവിച്ചത്. അതിൻ്റെ കേസിൻ്റെ പൊസിഷൻ ഇപ്പോൾ എന്തായെന്ന് അറിയില്ല. എനിവേ ഇതുപോലെ പല ബുദ്ധിമുട്ടുകളും സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു ഡോക്ടറിനുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എന്താണെന്ന് നമ്മൾ ഒരിക്കലും ഒരു നിമിഷമെങ്കിലും നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഈവൺ അവർക്ക് ആഹാരം വരെ കഴിക്കാൻ സാധിക്കാത്ത സമയം വരെ കിട്ടാറില്ല. അതുപോലെ ഈ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടന്ന ബോഡികൾ ഇത് ചെയ്യുമ്പോൾ നിരന്തരമായി അവർക്ക് ഒരു 2-5 കേസ് ചെയ്യുന്നതിന് ചിലപ്പോൾ 6-7 ചെയ്യണം. അവർക്ക് റെസ്റ്റ് കിട്ടിയില്ല. അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആരും അറിയുന്നില്ല. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഓപ്പറേഷൻ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്ത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് കടം വാങ്ങിയും ബുദ്ധിമുട്ടി ഇവിടെ ഓപ്പറേഷന് വേണ്ടി ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ഈ ഓപ്പറേഷൻ നടത്താനുള്ളൊരു കിറ്റോ കാര്യങ്ങളോ ഒരു സൗകര്യം അവിടെ ഉണ്ടാവില്ല. സപ്ലൈ കാണത്തില്ല. ആ ഡോക്ടർ നിസ്സഹായനാകുന്നു. ആ രോഗിയുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ആ രോഗി എത്ര വേദന എത്ര ബുദ്ധിമുട്ടും സഹിച്ചാണ് വരുന്നത്. പാവം പിടിച്ചവരാണ്. വളരെ വളരെ അങ്ങേയറ്റം ക്ലേശങ്ങൾ സഹിച്ചവരാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയമായി കാണുന്നത്. അവരവിടെ വന്ന് ആ ഡോക്ടേഴ്സ് ഇതങ്ങോട്ട് ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്കെല്ലാം ഇതാകുന്നുള്ളൂ. ആ ഡോക്ടറിൻ്റെ ആശ്വാസവാക്യം കേട്ട് നിങ്ങൾ പോയി വരക്കാട്ട് ഒരു ഓപ്പറേഷൻ ഡേറ്റും പോസ്റ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒന്നും നടക്കില്ല. കാരണം സപ്ലൈ ചെയ്തവന് ഗവൺമെൻറ് കാശ് കൊടുക്കില്ല. അവൻ സപ്ലൈ ഐറ്റംസ് എല്ലാം നിർത്തിയപ്പോൾ മെഡിസിനും കാണിയില്ല, കിറ്റും യാതൊന്നും കാണിയില്ല. അങ്ങനെ ഇതൊരു സ്ഥിരം പല്ലവിയായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ മെഡിക്കൽ കോളേജ് ശരിക്കൊന്ന് അവിടുത്തെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അതേതെങ്കിലും പിടിപാടുള്ളവരുടെ ഓപ്പറേഷൻ അതിനുവേണ്ടി ബൈ ഫോഴ്സ് അവർ ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ പാവം പിടിച്ചവർ തിരിഞ്ഞ് ജീവിക്കുന്ന അവർ വന്ന് കയ്യിലെ ക്യാഷ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ സഹായം എടുത്തതിന് ശേഷം ആ കിറ്റ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് ഓപ്പറേഷൻ റൂമിൽ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ഡോക്ടറിന് അതിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ സഹിക്കുന്നത് ഒരു ഡോക്ടേഴ്സാണ്. അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിക്കണം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ മന്ത്രിമാരെന്ന് വെച്ചാൽ ഘോര പ്രസംഗിക്കും. അവർ പല പ്രസംഗം ഇടയ്ക്കിടയ്ക്ക് തേണ്ട ഈ ഞാഞ്ഞൂർ പോണവരെ വലിഞ്ഞു കയറി ഒരു ഓട്ടോ പ്രദർശനം നടത്തുക. അപ്പോൾ കുറേ ശില്പന്തികളും കാണും. പിന്നെ ഏതെങ്കിലും ഡൂക്കിലി മറ്റേ ഈ ചാനലുകാർ ഫോട്ടോ ആയിട്ട് അവനും എടുത്ത് മന്ത്രിയുടെ മിന്നൽ പ്രദർശനം എന്തുവാ? അവർ 2 ദിവസം മന്ത്രിയുടെ പേരൊന്നും നിലനിൽക്കും. അവിടെ കേസുകളെല്ലാം പലതുപോലെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും അവിടുത്തെ ശോചനീയ അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. കാണാവുന്ന കേസുകളാണ്. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പരിതാപകരമാണ്. ഇതുമൂലം പല ഡോക്ടേഴ്സും റിസൈൻ ചെയ്ത് പോവുകയാണ്. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർക്ക് വേദന, അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗി ഒരു ഓപ്പറേഷൻ ഒരു ഡോക്ടറുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആ ഡോക്ടർ വളരെ ഫ്രഷായിരിക്കണം. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അവർക്ക് മാനസിക സംഘർഷം ഉണ്ടാകരുത്. മാനസിക പ്രശ്നങ്ങൾ പക്ഷേ നാച്ചുറലി ഓട്ടോമാറ്റിക്കലി അവർ ഫിക്സ് ചെയ്യുന്ന രോഗിയുടെ A to Z ഡോക്ടറിന് അറിയാം. ആ രോഗിയുടെ ബന്ധുക്കളെക്കുറിച്ച് അറിയാം. ഈ രോഗിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാം. ഡോക്ടറിന് എല്ലാം അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രോഗിയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ടേബിൾ കരുത്തി ഇദ്ദേഹം ഈ ഡോക്ടറുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. വളരെ പ്രധാനമായി നിങ്ങളെപ്പോഴും ഒരു ഡോക്ടറിനെ ചീത്ത പറയുമ്പോൾ, ഡോക്ടറിനെ അധിക്ഷേപിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നമ്മൾ വളരെ വളരെ ഗാഢമായി ഡീപ്പായി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നാം എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ഡോക്ടറിനെ അവരെയൊക്കെ അധിക്ഷേപിക്കുന്നവരോട് എത്രയോ വലുതാണ് ആ മന്ത്രിപദങ്ങളിലിരിക്കുന്ന അവരെയും
അവരെ പോയി നമ്മൾ കണ്ട് അധിക്ഷേപിക്കുക, അവരോട് സംസാരിക്കുക. എങ്കിൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കി കറക്റ്റ് ഓപ്പറേഷൻ നടത്തിക്കണം, കറക്റ്റ് മെഡിസിൻ കിട്ടണം, എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഉണ്ടാകണമെങ്കിൽ മന്ത്രിതലങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആക്ഷൻ എടുത്താലേ സാധിക്കൂ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റവരെയും ചീത്ത വിളിക്കുന്നത് മനസ്സിലാക്കുക. അവരുടെ തെറ്റല്ല. അപാകതകൾ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുക. അവർ അത്രയും സഹനശക്തി കൂടി ചെയ്യുന്ന അവരുടെ പണിയാണ്. സോ നമുക്കിന്ന് ഈ കഷ്ടപ്പെടുന്ന ഡോക്ടർമാരും നഴ്സുമാർക്കും ടെക്നീഷ്യന്മാർക്കും അവരുടെ എല്ലാ കാര്യവും നമുക്ക് കൊടുക്കുക ഒരു വലിയ സപ്പോർട്ട്. അവർക്ക് നല്ല ആർജവം ഉണ്ടാകട്ടെ, അവർക്ക് നല്ല സ്പിരിറ്റ് ഉണ്ടാകും, അവർക്ക് നല്ല ബോഡികൾ, നല്ല മനസ്സുണ്ടാകട്ടെ, മനുഷ്യൻ്റെ പബ്ലിക്കിനെ സർവീസ് ചെയ്യാൻ വേണ്ടി. അതിന് നമ്മുടേതായ സഹകരണം അവർക്കുണ്ടാകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.